നമുക്കിങ്ങനെ വിഷാദം തന്നെ അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വിഷമിച്ചാൽ തന്നെ വീണ്ടും ആലോചിച്ച് വിഷമിച്ച് വീണ്ടും കരഞ്ഞ് ഒരു സീൻ കോൺട്രാക്ട് ഒരു പരിപാടിയാണ് നമ്മളെ. നമുക്ക് അതിനൊരു സുഖം കിട്ടുന്ന ആ സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുക, വിഷമിച്ചുകൊണ്ടിരിക്കുക. അത് വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് അവിടെ നിന്ന് കിട്ടുന്ന വേറെ നെഗറ്റിവിറ്റി അടിച്ച് പോക്കറ്റിലിടുക. പിന്നെ അങ്ങനെയൊക്കെ ഒരു, അതായത് നമ്മൾ ഇതിനൊക്കെ വേർതിരിച്ച് ചിന്തിക്കാൻ പ്രാപ്തരാകുന്ന ആളുകളാണ് നമ്മൾ, വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നമ്മൾ ഈ മൈൻഡ് എവിടേക്കാ ചേഞ്ച് ആവണത് എന്നുള്ളത് നമ്മൾ നന്നായിട്ട് കെയർഫുൾ ആയിരിക്കണം നമ്മളെ മൈൻഡിനെ പറ്റിയിട്ട് നമ്മൾ. അപ്പോ ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾക്ക് മൈൻഡിൽ മെന്റൽ പീസ് ഉണ്ടാവണം. മെന്റൽ പീസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് വിജയത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തട്ടിത്തടഞ്ഞ് അവിടെ വലിച്ച് ഇവിടെ വലിച്ച് ഓരോരുത്തരെടുത്ത് താഴ്ത്തിട്ട് അവിടെ നിന്ന് പൊന്തി വീണ്ടും വന്ന് പിന്നെ ഒരാൾ പുഷ് ചെയ്ത് അവിടെ നിന്ന് നേരാക്കി ഒക്കെ ഒന്ന് യാത്ര എളുപ്പത്തിലാവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാ. നമ്മ ഇത്രയും നാളും ഈ പറഞ്ഞ പോലെ പല തട്ടിത്തടയലുകളിൽ നിൽക്കാണ് നമ്മളെല്ലാവരും. എവിടേക്കോ നമ്മൾ സ്റ്റക്കായിട്ട് മൈൻഡ് ബ്ലോക്ക് ആയിട്ട് നിൽക്കണം. ഇതിനൊക്കെ നമുക്ക് തരണം ചെയ്യണ്ടേ? ആ കൃത്യമായിട്ടുള്ള ഒരു മെന്റൽ പീസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താവും, നമ്മുടെ സക്സസിലേക്കുള്ള നമ്മുടെ ദൂരം അല്ലെങ്കിൽ നമ്മുടെ യാത്ര ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എങ്ങനെയാണ് ഈ മെന്റൽ പീസിലേക്ക് നമുക്ക് എത്താം? അതിന് ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞത് സെൽഫ് കെയറിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെന്റൽ പീസിലേക്ക് എത്താൻ പറ്റും. അപ്പൊ സെൽഫ് കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിൽ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്താണ് ഈ സ്കിൻ കെയറും ഹെയർ കെയർ ഒക്കെ പോലെ അതാണോ സെൽഫ് കെയർ എന്നുള്ള ഒരു സംശയം വരും. സ്പാ ചെയ്യുന്നതാണോ, ഇങ്ങനെ പല സംഭവങ്ങളുണ്ടല്ലോ. കെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന കുറെ സാധനങ്ങളുണ്ട്. ഇതാണോ എന്ന് ആളുകളുടെ മനസ്സിലുണ്ട്. ഇതല്ല. നമ്മളെ സംബന്ധിച്ച് ഒരു സെൽഫ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു ശാന്തമായിട്ടുള്ള ഒരു പീസ് ആയിട്ടുള്ള കാമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുക, നമ്മളുടെ കെയർ കൊടുത്തുകൊണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ സൈലന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല നമ്മൾ മെന്റൽ പീസ് എന്ന് പറയുന്നത് കേട്ടോ. മെന്റൽ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനസ്സിനുള്ള സ്ട്രെങ്ത് ആണ്. ഏതവസ്ഥയിലും നമ്മൾ നോർമലിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിലേക്ക് മാനസികമായിട്ട് നമ്മളെ ശക്തിപ്പെടുത്താൻ പറ്റുന്ന ആ ഒരു പവറിനെയാണ് നമ്മൾ ശരിക്കും, ആ ഒരു സ്ട്രെങ്ത് ആണ് നമ്മുടെ മെന്റൽ പീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതങ്ങനെ നമ്മൾ വിചാരിക്കണ മാതിരി ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ലൈഫിലേക്ക് വരുന്നൊരു സംഭവമൊന്നുമല്ല. മനഃപൂർവ്വമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രം വരുന്ന സാധനങ്ങൾ. അതുകൊണ്ടാണ് ചെറിയ പെർസെന്റേജ് ആളുകൾ മാത്രം സക്സസിലേക്ക് പോകുന്നത്. ബാക്കി ലോകത്തിലെ 90% ആളുകളും എന്താണ്, അവരുടെ സാധാരണ ഒരു ലൈഫ് ജീവിച്ചു പോകുമ്പോൾ ഒരു 10% ആളുകൾ വേറിട്ട് ചിന്തിക്കുന്ന, മറ്റുള്ളവർക്ക് മാർഗദർശിയാവുന്ന, റോൾ മോഡൽസ് ആകുന്ന, വിജയം വരിക്കുന്ന, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുന്ന, സ്വന്തമായിട്ട് വോയിസ്, നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വില ഉണ്ടാക്കുന്ന രീതിയിലേക്കൊക്കെ ജീവിതം മാറ്റിമറിക്കുന്നത് അവർക്ക് ഈ വേറിട്ട തരത്തിലുള്ള ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ മനഃപൂർവ്വമായിട്ട് ഒരു ശ്രമം നടത്തിയാൽ മാത്രമേ നമുക്ക് ഈ സെൽഫ് കെയർ വർക്ക്ഔട്ട് ആവുള്ളൂ. ഈ സെൽഫ് കെയർ വർക്ക്ഔട്ട് ആയാലേ നമ്മുടെ മെന്റൽ പീസ് ശരിയാവുള്ളൂ. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കാം. രണ്ടാൾ മറുപടി പറഞ്ഞിട്ട് ആദ്യം ഹാൻഡ് റൈസ് ചെയ്യുന്ന 2 പേർക്കാണ് അവസരം. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥ പറയാൻ പറ്റുന്ന ആളുകൾ മതിട്ടോ. മാനസികമായിട്ട്, അതായത് നമ്മൾ മെന്റൽ പീസ് എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അതങ്ങനത്തെ ഒരു സംഭവം, അങ്ങനെ നമ്മൾക്ക് മനസ്സിനെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു അനുഭവം ഒരാൾ പറയാം. ചെറുതൊന്നല്ല, അതായത് നമ്മൾക്ക് ഫിസിക്കലി ഒരു എന്താ പറയാ, ഒരു അപകടം പറ്റി നമ്മൾ വേദനിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ 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 മടങ്ങ് വേദന നമ്മുടെ ഉള്ളിൽ അതിന് അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ അത് മനസ്സിലാവും. ശരിക്കും മെന്റലി കിട്ടുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞത് ഒരുപാടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 2 പേരുടെ ആ ഒരു മാനസികമായിട്ടല്ലേ നമുക്ക് ആ ഒരു അവസ്ഥ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ഹെവി ഫീലിങ്, മനസ്സിന്റെ ഭാരം താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ നമ്മൾ 2 പേരുടെ കണ്ടു. ഇനി ഏറ്റവും കാമായിട്ടുള്ള, ഏറ്റവും നല്ല സുന്ദരമായിട്ടുള്ള ഒരു അവസ്ഥ ആർക്കാണ് ഷെയർ ചെയ്യാൻ പറ്റുക? അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ ഗ്രൂപ്പിൽ എല്ലാവരും പറയും ഞാൻ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ ഗ്രൂപ്പിൽ എല്ലാവരും പറയും. കാരണം എന്താണെന്നറിയോ, നമ്മളെ മെന്റൽ പീസ് അത് നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാൻ ആരും ഉണ്ടായിട്ടില്ല. എന്റെ ലൈഫിൽ ഇത് ഞാൻ തേടി കണ്ടുപിടിച്ചതാന്ന് ഞാൻ പറയും. ഞാൻ ഈ ജീവിതത്തിൽ ഇത്രയ്ക്കും സുന്ദരമായിട്ടുള്ള ഒരു അവസ്ഥ, ഞാൻ ഈ ഒരു ടോപ്പിക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ഒന്നിനെ പറ്റിയിട്ടും എനിക്ക് ഒരു വറിയില്ല. എന്തൊക്കെയോ, അതായത് 2-3 സ്റ്റെപ്പുകൾ അതിനു മുൻപ് കടന്നു പോയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ചെയ്താലാണ് ഞാൻ ആ ഒരു അവസ്ഥ നിങ്ങൾക്കും ഫീൽ ചെയ്യുള്ളൂ. നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് പ്രാക്ടിക്കൽ ഉണ്ട്. അത് നമ്മൾ ചെയ്യണം. അത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മാനസികമായിട്ടൊരു അവസ്ഥ. കുറെ മുമ്പായിട്ട് ഞാനിങ്ങനെ ഇതൊന്നും ഇങ്ങനെയൊക്കെ ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ. അല്ലാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്താ പറയാ, നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ, നമ്മളോട് മറ്റുള്ള ആളുകൾ ചെയ്ത തെറ്റുകൾ, ഇതൊക്കെ നമ്മളെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ശരിയാകില്ല. അതുകൊണ്ട്
അതൊക്കെ എങ്ങനെയെങ്കിലും എന്താ പറയാ മനസ്സിൽ നിന്ന് കഴുകി കളയണം. ഇതൊക്കെ എന്റെ മനസ്സിൽ വെറുതെ തോന്നിയിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്താ പറയാ അത് നമുക്ക് ഇങ്ങനെയൊക്കെ ഇതൊക്കെ ശരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കണം. അപ്പൊ അത് നമ്മൾ നേരത്തെ ചെയ്ത് തുടങ്ങിയേക്കണം. അപ്പൊ അതുകൊണ്ട് എന്താണ് മനസ്സിന് അത്രയ്ക്കും സുന്ദരമായിട്ടുള്ള അവസ്ഥ. ജാസ്മിൻ പറഞ്ഞ പോലെ എന്ത് ചെയ്താലും അത് വിജയത്തിലേക്ക് എത്തും എന്നുള്ള ആ ഒരു സംഭവത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ എല്ലാവർക്കും പറയാൻ പറ്റും. മനസ്സിലായോ? ഇത് നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ഈ മെന്റൽ പീസ് ഒരിക്കലും എന്തല്ല ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിലേക്ക് വരില്ല. നമ്മൾ നിർബന്ധമായിട്ടും നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തൂടെ? അത് ചെയ്യാം അല്ലെ? നമുക്ക് വേണ്ടത് എല്ലാവർക്കും എന്താണ്? ഈ മെന്റൽ പീസ് ആണ് അല്ലെ? നമ്മൾ ആഗ്രഹിച്ച ലൈഫിലേക്ക് നമ്മൾക്ക് എത്താൻ നമ്മുടെ തടഞ്ഞു നിൽക്കുന്ന സംഭവങ്ങളൊക്കെ മാറ്റി നിർത്തണം എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് നമ്മൾക്ക് എത്തണം അല്ലെ? നമ്മളെ സംബന്ധിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി എന്ത് സെർവ് ചെയ്യാനും ഒരു മടിയുമില്ല. എന്തോരം വേണമെങ്കിലും എന്താ പറയാ ഭാരം പേറി അതിനുവേണ്ടി എന്ത് സ്ട്രഗിൾ എടുക്കാനും കുഴപ്പമില്ല. പക്ഷെ സ്വന്തത്തിനോട് ഇത് ചെയ്യാനായിട്ട് അത് നമ്മൾ ആരും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു നമ്മൾ ശ്രമിക്കാൻ പോവാണ് അല്ലെ? നമ്മുടെ സ്വന്തം കപ്പിലേക്ക് നിറയ്ക്കാനാണ് ഇനി നമ്മൾ ശ്രമിക്കുന്നത്. മറ്റുള്ളവരെ കപ്പൊക്കെ നിറഞ്ഞ് തുളുമ്പി അവർക്കത് വേണ്ട, അവരെന്ന് ചീത്ത കേട്ടാ പോലും പിന്നെയും എടുത്ത് ഒഴിക്കാൻ നിൽക്കുക നമ്മളെല്ലാവരും. അത് നിർത്തിക്കോ. തൽക്കാലം മറ്റുള്ളവരുടെ കപ്പിലേക്ക് ഒഴിക്കുന്നതിന്റെ കുറച്ചിട്ട് നമ്മുടെ കപ്പിലേക്ക് കുറച്ചെങ്കിലും ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇനി മുതൽ ശ്രമിക്കണം എന്നുള്ളത്. ശ്രുതിക്ക് എന്താ പറയാനുണ്ടായിരുന്നത്? ജിൻസി രണ്ടുപേരും ലാസ്റ്റ് പറയാം. ഈ ടോപ്പിക് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ മനഃപൂർവ്വമായിട്ട് അതിന് വേണ്ടി ഒരു ശ്രമം നടത്തണം എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ നമ്മളെ കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെന്താന്നുള്ളതിനെ പറ്റി നമുക്കൊരു ബോധ്യം വേണ്ടേ? നമ്മൾ വെറുതെ ഒരു ശരീരം മാത്രമാണോ? അല്ലല്ലേ? നമുക്കൊരു മനസ്സുണ്ട്, ശരീരമുണ്ട്, നമുക്ക് മനസ്സുണ്ട്, നമുക്കൊരു ആത്മാവുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്കൊരു സോഷ്യൽ ആനിമൽ ആണല്ലേ? നമുക്ക് ചുറ്റും കുറെ ആളുകളുണ്ട്. അവരെല്ലാവരും കൂടുമ്പോൾ നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തുന്നുള്ളൂ അല്ലെ? നമ്മൾക്ക് ഇമോഷൻസ് ഉണ്ട്, കുറെ തരം സാധനങ്ങൾ മുഴുവൻ നമ്മുടെ മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാത്തിനും കൂടി കെയർ കൊടുത്താലാണ് നമ്മുടെ സെൽഫ് കെയർ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, എന്തൊക്കെ ഞാൻ പറഞ്ഞു? ഫിസിക്കൽ ആയിട്ടുണ്ട്, മെന്റൽ ആയിട്ടുണ്ട്, ഇമോഷണൽ ആയിട്ടുണ്ട്, പിന്നെ സ്പിരിച്വൽ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുണ്ട്. ഈ തരത്തില് നമ്മൾക്ക് കെയർ കൊടുക്കാൻ പറ്റിയാലാണ് നമ്മൾ എന്താണ് പൂർണ്ണമായിട്ടുള്ള ഒരു സെൽഫ് കെയർ എന്ന് നമുക്ക് കിട്ടുള്ളൂ. പ്രിയ മാഡം ഇരുട്ടായല്ലോ, അവിടെ കറണ്ട് പോയോ? എനിക്ക് വയ്യ. വെയിറ്റ് ക്യാമറ ഓൺ മോഡിൽ തന്നെ ഇരിക്കും. കറണ്ടിന് അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞത് അല്ലെ, നമ്മൾ ഫിസിക്കലി എങ്ങനെ നമ്മളെ കെയർ ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ ഫിസിക്കലി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് എപ്പോഴും വെള്ളം കുടിക്കണം, നല്ല ഭക്ഷണം, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം. ഇതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന സാധനങ്ങളായിരുന്നു. നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള സെൽഫ് കെയറിന്ന് നമ്മൾ സ്കിപ്പ് ചെയ്ത കാര്യങ്ങളായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഭക്ഷണം മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് കഴിക്കില്ല, സ്കിപ്പ് ചെയ്യണ പരിപാടി. വെള്ളം മര്യാദയ്ക്ക് കുടിക്കില്ല. അതുപോലെ എന്താണ് ഉറക്കത്തിനൊന്നും നമ്മളൊരു പ്രാധാന്യം കൊടുക്കാറില്ല. ഉറക്കത്തിന്റെ പ്രാധാന്യം കൊടുക്കാണ്ടാവുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് എന്താണ് ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കും അല്ലെ? അപ്പൊ അതൊക്കെ ഉണ്ട്. ശ്രുതിമേടൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ഇമോഷണലി ഇങ്ങനെ കുട്ടികളോടും ഹസ്ബൻഡിനോടൊക്കെ ദേഷ്യമൊക്കെ വരുന്നതിന്റെ കാരണം നമ്മളുടെ കെയറിന്റെ ഒരു കുറവാണ്. നമ്മളെ തന്നെ കെയർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കാം ആൻഡ് ക്വയറ്റ് ആയി നമുക്ക് ആരോടും ഒരു ദേഷ്യവും ഇല്ലാത്തൊരവസ്ഥ അത് നമ്മൾ ആഗ്രഹിക്കണില്ലേ സത്യത്തില്? മക്കളോടൊക്കെ വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ദേഷ്യപ്പെടും, തല്ലും. സത്യത്തിൽ അവർ ചെയ്ത കുറ്റത്തിനല്ല നമ്മൾ അവരെ ചീത്ത വിളിക്കണത്. നമ്മളെ കെയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാത്തിനും പരിഹാരമാണ്. അപ്പൊ ഇത് ഞാനിപ്പോ ഇത്രയും ദിവസം നിങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ? എന്തൊക്കെ പറഞ്ഞു? മെഡിറ്റേഷൻ പറഞ്ഞു, പോസിറ്റീവ് സെൽഫ് ടോക്ക് പറഞ്ഞു, അല്ല ബ്രീത്തിങ് എക്സസൈസ്, ജേർണലിങ്, എഴുതാൻ പറഞ്ഞു, നമ്മുടെ ഫീലിങ്സ് ഒക്കെ. ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്താൽ മാത്രമാണ് കേട്ടോ നമ്മൾ ഈ പറഞ്ഞ സംഭവത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതിനുവേണ്ടി പിന്നിൽ ഒരു പെയിൻ ഉണ്ട്, ഒരു സ്ട്രെയിൻ ഉണ്ട്. അത് നമ്മൾ എടുക്കണം, മസ്റ്റ് ആയിട്ട് എടുക്കണം. കാരണം നമ്മൾക്ക് ഇത്ര കാലം നമ്മൾക്ക് ആർക്കൊക്കെയോ വേണ്ടി നമ്മൾ ജീവിച്ചു. നമ്മൾ കെയർ ചെയ്യാതെ, നമ്മളെ സ്വന്തത്തിനോട് ഒരു തരി പോലും ദയവ് നമ്മൾ കാണിക്കാതെ നമ്മൾ ജീവിച്ചു. ഇതിൽ നിന്നൊരു മാറ്റം നമ്മൾ വരുത്താനാണ് നമ്മൾ വിചാരിക്കണം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ നടക്കുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു വെള്ളം കുടിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നന്നായി ഉറങ്ങുക, എക്സസൈസ് ചെയ്യാം. അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ എക്സസൈസ്. അതായത് നമ്മുടെ ശരീരം അനങ്ങാതെ നമ്മൾക്ക് എനർജി ഉണ്ടാവില്ല. ശരീരം അനങ്ങിയാൽ കിട്ടുന്ന എനർജി കൊണ്ടാണ് നമുക്ക് മെന്റലി നമ്മൾക്ക് ഒരു മാറ്റം വരാൻ പോകുന്നുള്ളൂ. സെൽഫ് കെയറിന് നിങ്ങൾ കോംപ്രമൈസ് ചെയ്താൽ നമ്മുടെ ലൈഫ് പോയി എന്നാണ് അർത്ഥം. മനസ്സിലായോ? സെൽഫ് കെയറിന് നമ്മൾ ഒരു തരത്തിലുള്ള കോംപ്രമൈസ് കൊടുക്കരുത്. അപ്പൊ ഈ ഒരു ഫിസിക്കലായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യണോണ്ട് പ്രശ്നമില്ലല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലേ? ഈ 4 കാര്യങ്ങൾ ഫിസിക്കലി നമുക്കൊന്ന് ശ്രദ്ധിച്ചൂടെ? വെള്ളം കുടിക്കുക എന്നുള്ളത്, നല്ല ഭക്ഷണം കഴിക്കുക. അതായത് ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം, ചീഞ്ഞതും തണുത്തതും അങ്ങനെ പഴകിയതും ആയിട്ടുള്ള സാധനങ്ങൾ ദയവ് ചെയ്ത് നമ്മുടെ വായിലേക്ക് കടത്തി വെക്കരുത്. നമ്മള് സ്വയം കൊല്ലരുത്, നമ്മളോട് ഇത്രക്കും അനീതി കാണിക്കരുത്. നല്ല ഭക്ഷണം, ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം, അങ്ങനെ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫിസിക്കലി നമ്മളെ കെയർ ചെയ്യണം എന്നുള്ളതാണ് പറയേണ്ടത് കേട്ടോ. അപ്പൊ പോയിന്റ് കിട്ടിയില്ലേ? എന്തൊക്കെയാണ് ഫിസിക്കലി നമുക്ക് ചെയ്യണം? ഇനി മെന്റലി നമ്മൾ കെയർ ചെയ്യണം എന്ന് പറഞ്ഞു. നമുക്ക് ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരം നന്നാവുന്നത് പോലെ നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ഭക്ഷണം, മനസ്സിന് കൊടുക്കുന്ന എനർജിയാണ് റീഡിങ് എന്ന് പറയുന്നത്. വായന. കാലം കുറേ ആയിട്ടുണ്ടാവും വായിച്ചിട്ട് പലരും.
വായിക്കുക എന്നുള്ളത് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡെയിലി വായിക്കുക. അതായത് ഡെയിലി ചെയ്താൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ സെൽഫ് കെയർ നടക്കുള്ളൂ. ഒറ്റയടിക്ക് എല്ലാം കൂടി ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. നമ്മളത് ഡെയിലി റൂട്ടീനിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾക്ക് ഈ പറഞ്ഞ സെൽഫ് കെയർ കംപ്ലീറ്റ് ആവുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ ഇന്നർ പീസ്, നമ്മുടെ മെന്റൽ പീസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളിൽ, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിലാണ് നമ്മൾ റീഡിങ് എന്നുള്ളത് നമ്മളോട് ചെയ്യുന്ന കെയർ ആണ് കേട്ടോ ഈ പറയണത്. നമ്മൾ സ്വയം നമ്മളെ എന്താ പറയാ നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മരുന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ റീഡ് ചെയ്യാന്നുള്ളത്. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ റീഡ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ, നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടുകൾ, നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഇവരൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് സോഷ്യൽ മീഡിയയിലുള്ള നെഗറ്റീവ് ന്യൂസുകൾ വെറുതെ ഇങ്ങനെ ഒരെണ്ണത്തിന്റെ പുറകെ ഇങ്ങനെ അങ്ങനെ, അതായത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല നമ്മുടെ മനസ്സ് എങ്ങോട്ടാ പോണേന്ന് നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിനെ നോക്കിക്കൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോ ഈ നോക്കുന്ന കാര്യം എനിക്ക് എന്തെങ്കിലും ഉപകാരമുള്ളതാണോ? എന്നെ കൊണ്ട് ഇത് ഭാവിയിലേക്ക് എനിക്ക് എന്തെങ്കിലും ഉപകാരം ഇല്ലാത്തതാണെങ്കിൽ വിട്ടുകളയാൻ, അത് ഒരു കാര്യത്തെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സ്ട്രെയിൻ, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ശീലിക്കുന്ന പോലെ തന്നെയാണ് ഒരു കാര്യം നമ്മൾ ഉപേക്ഷിക്കാനായിട്ട്. അപ്പൊ ആ ഒരു ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ സംഭവം നെഗറ്റിവിറ്റിയെ പാടെ നമ്മൾ മാറ്റിക്കളയണം നമ്മുടെ ലൈഫിൽ നിന്ന്. നമ്മളെ ലൈഫ് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തീരുമാനിക്കുന്നത്. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കുക. ഇപ്പൊ നിങ്ങൾ അതൊക്കെയാണ് നമ്മളെല്ലാവരും അതാണ് ചെയ്തുകൊണ്ടിരിക്കണേ അല്ലെ. പുതിയ സ്കില്ലുകൾ നമ്മൾ പഠിക്കണേ, പുതിയ കാര്യങ്ങൾ പഠിക്കണേ. അത് നമ്മളിപ്പോ സത്യം പറഞ്ഞാൽ നമ്മളുടെ സെൽഫ് കെയറിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ സ്കില്ലാണ് പഠിക്കണേ അല്ലെ. ടെക്നിക്കലായിട്ട് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കണേ. നമ്മൾ യൂട്യൂബിൽ ഇതിടാൻ വേണ്ടി നമ്മളൊന്നും കൂടി നന്നായി എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കണേ. നമ്മളൊരു പുതിയ സ്കില്ല് പഠിക്കണം, അതിലേക്ക് പറയാൻ വേണ്ടി പുതിയ പാഠങ്ങൾ പഠിക്കണം. അപ്പൊ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള പോയിന്റ് നമ്മൾ എല്ലാവരും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞില്ലേ, നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ വേഗം മാറ്റാം. എന്തെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്? പ്രോബ്ലംസ് ആണോ നമ്മൾ ആലോചിക്കുന്നത്? പ്രോബ്ലംസിലേക്ക് കുഴിയിലേക്ക് വീഴും ഉറപ്പാ. നമ്മൾ സൊല്യൂഷനിലേക്ക് നോക്കുക, നമുക്ക് അടുത്ത രക്ഷപ്പെടാനുള്ള വഴിയിലേക്ക് നോക്കുക, നമ്മൾ രക്ഷപ്പെടും. നമ്മൾ ഇനി സന്തോഷമല്ലാതെ നമ്മുടെ ലൈഫിൽ ഇനി വേറെ ഒന്നും വരാൻ പോണില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചോ. നമുക്കിപ്പോ നമ്മുടെ മൈൻഡിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ട്. ഇനി അങ്ങനെ ആർക്കും അത് വിട്ടുകൊടുക്കൂല. നമ്മൾ മനസ്സിലായോ? നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ആകും, 100% ഉറപ്പം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു ഫിസിക്കലി നമ്മൾ എങ്ങനെ സെൽഫ് കെയർ ചെയ്യാം, അതുപോലെ മെന്റലി നമ്മൾ എങ്ങനെ സെൽഫ് കെയർ ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. അതായത് നല്ല ബുക്കുകൾ വായിക്കണം, നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകളിൽ നിന്ന് ഒഴിവാകണം, അതായത് പുതിയ സ്കില്ലുകൾ, പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തോട്ടുകൾ നമ്മൾ എഴുതാൻ പറയുന്നു. എല്ലാം നമ്മൾ എന്തെഴുതിയാലും നമുക്കിപ്പോ ഒരു ആഗ്രഹമുണ്ട്, അത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് നേരെ നമ്മുടെ ബ്രെയിനിലേക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുത്തും നമ്മുടെ ബ്രെയിനും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ടെന്നാ. നമ്മൾ എന്താണോ എഴുതുന്നത് ആ എഴുതുന്ന സംഭവം ബ്രെയിൻ ഏറ്റെടുക്കാനുള്ള പല സാധ്യതകളുണ്ട്. അപ്പൊ നമ്മള് ബോധപൂർവം നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ പോയി കുറെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയോ എഴുതുന്നല്ലാതെ നമ്മൾ ബോധപൂർവം ഒരു കാര്യം, നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യം എഴുതുമ്പോൾ വരുന്ന ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഒരു ഡിഫറൻസ് നമ്മൾ എഴുതണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ കെയറിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? നന്നായി വായിക്കണം, നല്ലത് വായിക്കണം എന്ന് പറഞ്ഞു. അറ്റ്ലീസ്റ്റ് ഒരു പേജ് എങ്കിലും നമുക്ക് വായിക്കാൻ പറ്റണം പോസിറ്റീവ് ആയിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നമ്മൾ എന്താണ് പുതിയൊരു കാര്യങ്ങൾ പഠിക്കുക, നമ്മുടെ തോട്ടുകൾ എഴുതുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ല. ഇത് ചെയ്താൽ നമുക്ക് മെന്റലി നമ്മളുള്ള സെൽഫ് കെയർ സെറ്റ് ആയി. ഇനി നമ്മൾ പറഞ്ഞത് ഇമോഷണലി നമ്മൾ എങ്ങനെയാ കെയർ കൊടുക്കുക? നമ്മളെ സങ്കടം വന്നു, ദേഷ്യം വന്നു, ഇതൊക്കെ വരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ചിലതൊക്കെ കടിച്ചു പിടിച്ച് ഉള്ളിൽ വെക്കും, ചിലതൊന്നും പ്രതികരിക്കാൻ പറ്റാതെ എടുത്തു വെക്കും. ഇതൊക്കെ നമ്മുടെ മനസ്സിന് ഭാരം ഉണ്ടാവാം. അപ്പൊ നമ്മൾ അതിനൊരു ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും ട്രസ്റ്റ് ആയിട്ടുള്ള നമ്മളൊരു ഫ്രണ്ട് ഉണ്ടായിരിക്കാം. ആ ഫ്രണ്ടിനോട് നമ്മൾ എല്ലാ കാര്യങ്ങളും, നമ്മുടെ മനസ്സിൽ തോന്നുന്ന വിഷമങ്ങളും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ എന്താ വേണ്ടത്. ഇമോഷണലി നമ്മളെ സെൽഫ് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാന്നുള്ളത്. ഓക്കെ, ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല എങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാക്കണം. കാരണം നമുക്കറിയാം ഈ ഒരു ഗ്രൂപ്പിലടക്കം ഇത്രയും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്ന ആളുകൾ, അതായത് വരാൻ പോകുന്ന ഒരു വലിയ വിജയം സ്വപ്നം കണ്ടിട്ട് നിൽക്കുന്ന ആളുകളാ. അവരാണ് ഇതിനു വേണ്ടി ഒരു പ്രയോറിറ്റി കൊടുത്ത് സമയം കണ്ടെത്തി അതിനു വേണ്ടി നിൽക്കുന്ന ആളുകൾ. അവർക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും ശരിക്കും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നിടത്താണ് നമ്മുടെ ആ ഒരു ഇമോഷണലി നമുക്ക് കെയർ ചെയ്യാൻ പറ്റുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ എന്താ പറയാ ചെയ്യേണ്ടി വരും പലപ്പോഴും. എന്നിട്ട് നമ്മൾ തന്നെ അപാരം അനുഭവിക്കും. നമ്മൾക്ക് അതിനെ ധൈര്യപൂർവ്വം കുറ്റബോധം ഇല്ലാതെ നോ പറയാനായിട്ട് നമ്മൾ പഠിക്കണം. നമ്മളെ പ്രൊട്ടക്ഷൻ ആണ് നോ. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ ഏറ്റെടുക്കരുത്. അത് ആരൊക്കെ ഇംപ്രസ് ചെയ്യാനാണെങ്കിലും എനിക്ക് പറ്റാത്ത കാര്യം അത് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ കുറ്റം പറയരുത്, ഇവരെ കുറ്റം പറയരുത്, അവരെ പറ്റി മോശം ചെയ്യുന്നത്, ഇതൊക്കെ നമ്മളോട് തന്നെ ചെയ്യണ ദ്രോഹമാണ്. നമുക്ക് അതേസമയം ഒരു നിമിഷം നമ്മൾ എനിക്ക് പറ്റില്ല കേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു സെക്കൻഡിൽ അവരെ വിഷമിപ്പിക്കേണ്ടി വന്നേക്കാം. പക്ഷെ അത് കഴിഞ്ഞ് നമ്മളെ മൈൻഡ് ഫ്രീ ആയില്ലേ? ഇല്ലേ? അതേസമയം നമ്മൾ ആ ഒരു ഉത്തരവാദിത്തം നമ്മളെ കൊണ്ട് പറ്റാത്തതാണെങ്കിലും നമ്മൾ ഏറ്റെടുക്കും. എന്നിട്ട് നമ്മൾ വിഷമിക്കും, അവരെ പറ്റി മോശം ചിന്തിക്കുകയും ചെയ്യും. 2 തരം ദ്രോഹം നമ്മൾ ചെയ്യണത്.
അപ്പൊ എന്ത് ചെയ്യുക, നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ് ഇമോഷണലി നമ്മളോടുള്ള കെയർ ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം, കരച്ചിൽ വന്നു കഴിഞ്ഞാൽ കരച്ചിൽ അടക്കരുത് എന്നാ. കരച്ചിൽ വന്നു കഴിഞ്ഞാല് കരഞ്ഞു തീർത്ത് കഴിഞ്ഞാൽ അതങ്ങോട്ട് പോയി. ആ മനസ്സിൽ ആ ഭാരം വെക്കരുത്. അപ്പൊ കരഞ്ഞു തീർത്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളെ കെയർ ചെയ്യേണ്ടത്. നാലാമത്തെ കാര്യം, നമ്മൾക്ക് ജേർണലിംഗ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ജേർണലിങ് നമ്മൾ എഴുതാറുണ്ട് അല്ലെ. അതും നമ്മുടെ സങ്കടങ്ങളൊക്കെ നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന, നമ്മുടെ ഫീലിങ്സ് ഒക്കെ നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ജേർണലിങ്. അതും നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണലി നമ്മൾക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ 4 പോയിന്റ് മനസ്സിലായില്ലേ, കിട്ടിയില്ലേ? എന്തൊക്കെയാണ്? നല്ല ഫ്രണ്ടിനോട് ഷെയർ ചെയ്യുക, കരച്ചിൽ വന്നാൽ കരയുക, നോ പറയേണ്ടടുത്ത് നോ പറയുക, ജേർണലിങ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇമോഷണലി നമ്മളെ കെയർ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി സ്പിരിച്വല്, ആത്മീയമായിട്ടുള്ള ഒരു സൈഡ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അല്ലെ. നമുക്ക് ദൈവവിശ്വാസികളാണ്, എല്ലാവരും ദൈവവിശ്വാസികളാണ് അല്ലെ. അപ്പൊ ദൈവം അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതവും ഇതൊക്കെ തമ്മിൽ സംതിങ് റിലേഷൻ ഉള്ളത് കൊണ്ടാണ് അല്ലെ നമ്മൾക്ക് അതിന് നമ്മൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രയർ തന്നെയാണ്. മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ, അതായത് ധ്യാനം, അങ്ങനെ ഒക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ എന്താണ് സ്പിരിച്വൽ ആയിട്ടുള്ള നമ്മളുടെ ഒരു ആത്മീയമായിട്ടുള്ള നമ്മുടെ സൈഡിനെ നമ്മൾ കെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് പ്രാർത്ഥന. അടുത്തത് നമ്മൾ പറഞ്ഞത് വളരെ സൈലന്റ് ആയിട്ട് ഉള്ള ഒരു സ്ഥലത്ത് ഇരിക്കുക, സൈലൻസിൽ ഇരിക്കുക കുറച്ച് സമയം. ഇപ്പൊ രാത്രി ആയിരിക്കും ചിലപ്പോൾ മക്കളൊക്കെ ഉറങ്ങിയിട്ട് നമ്മളൊന്ന് ഫ്രീ ആവുന്ന സമയത്ത് കുറഞ്ഞ സമയം നമ്മൾ എന്താണ് നമ്മളെ മാത്രം കേൾക്കാനും നമ്മളെ മാത്രം ശ്രദ്ധിക്കാനും വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് എങ്കിലും നമ്മൾക്ക് ഫുൾ സൈലന്റിൽ ഇരിക്കാൻ പറ്റിയാൽ അതാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പിരിച്വലി നമ്മൾക്ക് നമ്മളോട് കൊടുക്കുന്ന കെയർ. നമ്മളിതൊന്നും കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ സ്കിപ്പ് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. നമ്മളോട് തന്നെ ഒരു തരി പോലും സ്നേഹം കാണിക്കാതെ നമ്മൾ ഇതൊക്കെ സ്കിപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മളോട് പറയണത് ഹോളി ബുക്സ് റീഡ് ചെയ്യാനായിട്ട് അല്ലെ. നമ്മൾ ദൈവികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ വായിക്കും, നമുക്ക് ആത്മീയമായിട്ടൊരു സുഖം കിട്ടും അല്ലെ. മനസ്സിന് ഭയങ്കര സുഖം കിട്ടും. ദൈവത്തിന്റെ വാക്കുകള്, ദൈവത്തിന്റെ കൽപ്പനകള്, ഇതെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ അത് നമുക്ക് മനസ്സിന് ഭയങ്കര സുഖം കിട്ടും. അപ്പൊ ഹോളി ബുക്സിനെ റീഡ് ചെയ്യാന്നുള്ളത് നമ്മൾക്ക് എന്താണ് അടുത്തൊരു നമ്മൾ കൊടുക്കുന്ന കെയർ ആണ്. ലാസ്റ്റ് നമ്മൾ പറയുന്ന ഒരു കാര്യം, ഗ്രാറ്റിറ്റ്യൂഡ് റൈറ്റിംഗ്. അതായത് നന്ദി പ്രകാശിപ്പിച്ചു കൊണ്ടെഴുതുക. അത് നമുക്കൊരു സെഷൻ തന്നെ വരുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തണം മാറ്റം. അത് നമ്മൾ അനുഭവിച്ചറിയേണ്ട കാര്യം. നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇരിക്കണ അവസ്ഥയിൽ നിന്ന് കംപ്ലീറ്റ് നെഗറ്റിവിറ്റി പോയ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കണം. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ. ഒരുപാട് നെഗറ്റിവിറ്റിയാണ് നമ്മുടെ ചുറ്റിലും, എന്നിട്ടും എല്ലാ നെഗറ്റിവിറ്റിയും നമ്മുടെ പോയിട്ട് നമ്മളിങ്ങനെ ഫ്രഷ് മൈൻഡായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അതാണ് ഫോർഗീവ്നെസ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മുഴുവൻ അല്ലെ നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് റൈറ്റിംഗ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് നമ്മുടെ തിങ്കിങ് സ്റ്റൈൽ വരാം. ഇത് നമ്മൾ അനുഭവിച്ചറിയണം. ഓക്കെ, അപ്പൊ നമ്മൾ അതിലേക്ക് പോകും. അതിന് ശേഷം നമുക്ക് ലാസ്റ്റത്തെ പോയിന്റ് പറഞ്ഞത് സോഷ്യൽ സെൽഫ് കെയർ. സോഷ്യൽ സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാമൂഹ്യ ജീവി ആയതുകൊണ്ട് നമുക്ക് സമൂഹത്തിനോട് ഒരുപാട് പ്രതിബദ്ധതകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരാളെങ്കിലും ഉയർത്താൻ വേണ്ടി നമ്മൾ എന്താ പറയാ മാനസികമായിട്ട് നമ്മൾ സജ്ജരാകുക. അതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്താം. ഒരാളെങ്കിലും അപ്ലിഫ്റ്റ് ചെയ്യാം, ഉയർത്താൻ വേണ്ടി ശ്രമിക്കാം. അതായത് ഇപ്പൊ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളെ കാണുന്ന ഒരാൾക്കെങ്കിലും, നിങ്ങളെ പോലെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിലും ലൈഫിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഇൻസ്പയർഡ് ആയിട്ട് അല്ലെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് വെച്ചേക്കാം. അതായത് നമ്മൾ അപ്ലിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് നമ്മളെ കണ്ടത്. വെറുതെ നമ്മൾ മാത്രം ഗ്രോ ചെയ്യലല്ല ചെയ്യണത്, നമ്മൾ വേറൊരാളെയും കൂടി ഗ്രോ ചെയ്യിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വേറൊരാളെന്നല്ല, ഒരു എത്രയോ പേരെ നമുക്ക് നമ്മളുടെ അതേ അവസ്ഥയിൽ നിന്ന് നമ്മൾ കയറി വരുന്ന ഒരു സംഭവം നമുക്ക് മറ്റുള്ള ആളുകളിലേക്ക് ഇൻസ്പിറേഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് സോഷ്യലി നമ്മളോട് തന്നെ നമുക്ക് കെയർ കൊടുക്കാൻ പറ്റും. അടുത്തത് നമ്മൾക്ക് അല്ലെ നമ്മളെ സംബന്ധിച്ച് ഒരു ടോക്സിക് കമ്പനി ഉണ്ടാവും. അതായത് നമ്മുടെ വീട് തന്നെ ചിലപ്പോൾ ഒരു ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെ. നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മളോട് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നവര് ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും. അതുപോലെ എപ്പോഴും നമ്മൾ എന്താ പറയാ അവരുമായിട്ട് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഡൗൺ ആവും, നമ്മുടെ എനർജി ലോ ആവും. അങ്ങനത്തെ നമ്മുടെ വീട്ടിലും നാട്ടിലും ഫ്രണ്ട് സർക്കിളിലും ഒക്കെ ഉണ്ടാവും കുറെ ആളുകൾ. എന്ത് വന്നാലും നമുക്ക് ഇങ്ങനെ വേദനയാണ് കിട്ടണുള്ളൂ. നമ്മൾ എത്ര നന്നായി ചെയ്താലും അതൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ എത്ര നല്ല രീതിയിൽ പെരുമാറിയാലും നമുക്ക് കുറ്റമല്ലാതെ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു സർക്കിളിൽ നിന്ന് പാടെ പോകാൻ വല്ല വഴിയുണ്ടോ എന്ന് ആദ്യം നോക്കാം. പാടെ പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ പാർഷ്യലെങ്കിലും പോകാൻ നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾക്ക് നമ്മളെ മൈൻഡിൽ നിന്ന് ആ ഒരു ടോക്സിക് കമ്പനീനെ മാറ്റി നിർത്താം. അതിലേക്ക് ഇൻവോൾവ് ആവാതിരിക്കാം. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാതിരിക്കാം. ഇത് മനഃപൂർവ്വം ഞാൻ പറഞ്ഞു, മൈൻഡ് ഇപ്പൊ നമ്മുടെ കൺട്രോളിലാണ്. അത് വല്ലവർക്കും കൊടുക്കണോ എനിക്ക് വേണോ എന്ന് നമ്മൾ ഇപ്പൊ തീരുമാനിക്കേണ്ട സമയമാണ്. ഈ ടോക്സിക് കമ്പനിയോട് നോ പറയാനായിട്ട് പഠിക്കാം. എനിക്ക് പറ്റില്ല, എനിക്ക് സമയമില്ല, എനിക്ക് വേറെ കാര്യമുണ്ട്, എനിക്ക് എന്റേതായിട്ടുള്ള കുറച്ച് സമയം വേണം എന്ന് പറയാനായിട്ട് നമ്മൾ ധൈര്യം കാണിക്കുക എന്നുള്ളതാണ് നമ്മളെ എന്താണ് സോഷ്യൽ കെയർ എന്നുള്ള രീതിയിൽ, സോഷ്യൽ സെൽഫ് കെയർ എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മളോട് ചെയ്യാനുള്ളത്.
അതിൽ നിന്ന് നമ്മൾ പാടെ ഒഴിവാകണം. നിങ്ങൾ എഴുതി വെച്ചിട്ട് ഇത് സത്യമായിട്ടും നമ്മുടെ ലൈഫിലേക്ക് ഇത് പ്രാക്ടീസ് ചെയ്യണേ. കാരണം ഇതിന്നൊക്കെ നമ്മളിങ്ങനെ ഈ കെട്ടുപാടുകളിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ എത്തേണ്ട സ്ഥലത്തേക്ക് എത്താൻ പറ്റാത്തത്. നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ഒന്നും സെറ്റ് ആവാത്തത്. നമ്മളിങ്ങനൊന്നല്ല, നമ്മൾ ഇതുമാത്രം ഷൈൻ ചെയ്യേണ്ട ആളുകളാന്ന് പറയും ലൈഫിൽ. എത്രയോ ലെവലിലേക്ക് കയറി പോകേണ്ട ആളുകളാന്ന് പറയും. എത്രയോ വിശാലമായിട്ടുള്ള ചിന്താഗതി, എത്ര നല്ല മാനസികാവസ്ഥ, എത്ര ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ്, എത്രയോ ആളുകൾക്ക് കാരുണ്യം ചെയ്യാനുള്ള ഒരു മനസ്സ്, ഇതെല്ലാം ദൈവം തന്നിട്ടും നമ്മൾക്ക് എവിടെയും തിളങ്ങാൻ പറ്റാണ്ട് നിൽക്കുന്നത് ഇതുപോലത്തെ കുറെ കെട്ടുപാടുകൾ നമ്മൾ കിടക്കുന്നത് കൊണ്ട് ഒരു കാര്യത്തിനും ഇനി നമ്മൾ നമ്മുടെ ശരീരത്തെയോ നമ്മുടെ മനസ്സിനെയോ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തിട്ട് വേണം നിങ്ങൾ ഈ ക്ലാസ് അവസാനിപ്പിച്ച് പോകാൻ വേണ്ടിയിട്ട്. ഇത് എന്റെ റിക്വസ്റ്റ് ആണ്. കാരണം ഒരാളെങ്കിലും നമ്മളൊക്കെ മനസ്സിൽ കരുതുന്നത് എന്താ, നമ്മൾക്കൊക്കെ എന്താണ് സെൽഫിഷ് ആയിട്ട് നമ്മൾ വിചാരിക്കും നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ എന്നുള്ള ഒരു ഗിൽറ്റി ഫീൽ ഉണ്ട് അല്ലെ, കുറ്റബോധം ഉണ്ട് നമ്മുടെ മനസ്സിൽ. പക്ഷെ ഒരു സത്യം മനസ്സിലാക്കണം, ഒരു അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലേഡിക്കല്ലേ മറ്റുള്ള ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലേഡിക്കല്ലേ ഒരു കുടുംബത്തിനെ കൃത്യമായിട്ടുള്ള ഒരു നെക്സ്റ്റ് ജനറേഷനിലേക്ക് നല്ല രീതിയിലേക്ക് വളർത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ കെയർ ചെയ്യുമ്പോഴല്ലാതെ നമ്മൾക്ക് ഈ പറഞ്ഞ സംഭവത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റില്ല എന്നുള്ള ഒരു സത്യാവസ്ഥ തിരിച്ചറിയണം എന്ന്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സെൽഫ് കെയർ പ്രോപ്പർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ റൂട്ട് സ്റ്റക്ക് ആവും, ഒരു സംശയമില്ലാത്ത കാര്യം. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് നമുക്ക് എന്താ ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻസ് അല്ലെ. ഇപ്പൊ നമ്മൾ സംസാരിക്കണത് ഇത്ര ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാ, ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആണ് ഇവിടെ നടക്കുന്നത്. വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്, വെറുതെ ബ്ലാ ബ്ലാ അടിക്കുന്ന കാര്യങ്ങളാണോ നമ്മളിവിടെ സംസാരിക്കുന്നത്? അല്ല അല്ലെ, വളരെ ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻ. ഇത് നമ്മുടെ സെൽഫ് കെയറിന്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് നമ്മൾ എത്ര കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യാറുണ്ട്, ഒരു വിലയില്ലാണ്ട് നമ്മൾ കളയാറുണ്ട്, എത്ര കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾപ്പെടുത്താറുണ്ട് എന്ന് ആലോചിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ ഡെഫിനറ്റ്ലി നമ്മളുടെ തിരിച്ചുവരവ് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും എന്നുള്ളതാണ്. ഇതൊന്നും നമുക്ക് ചെയ്തുകൂടെ? ഇത് നമുക്ക് ചെയ്തിട്ട് വേണം നമ്മുടെ മെന്റൽ പീസിനെ നമുക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ്. ഇത് നമ്മൾ വിചാരിക്കണ പോലെ ഇപ്പൊ ഞാൻ ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു, അപ്പൊ നിങ്ങൾ വിചാരിക്കാം ഞാൻ എന്തായാലും ചെയ്യും. എപ്പോ ചെയ്യും? എവിടെ ചെയ്യും? ഇത് ചെയ്യാനൊരു പ്രാക്ടിക്കൽ വേയും കൂടി ഞാൻ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് അവസാനിപ്പിക്കാം. അതായത് നമുക്കിത് എന്തൊക്കെ ചെയ്യാനുണ്ട്, നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ, ബ്രീത്തിങ്, അതുപോലെ വെള്ളം കുടിക്കല്, നല്ല ഭക്ഷണം കഴിക്കല്, ഇപ്പൊ എന്താ പറയാ, ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ പലതും നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു, മനഃപൂർവ്വമായിട്ട് നമ്മൾ അത് ചെയ്യലാണ്. കാരണം എന്താണ്, ഇപ്പൊ നേരെ വെളുക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യണ പോലെ ഡീപ്പ് ബ്രീത്തിങ് എടുക്കുക, അവിടെ തന്നെ നോക്കാം, നമുക്കത് ശീലിക്കണം. നമ്മൾ ചെറിയ ചെറിയ ശീലങ്ങളാണ് വലിയ മാറ്റത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പൊ ബ്രീത്തിങ് മോർണിംഗ് സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്റെ അപ്പൊ തന്നെ എന്താ പറയാ, ഇന്ന് അടിപൊളിയായിട്ട് നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ നമ്മൾ പറയണ ജേർണലിങ്ങിന്റെ ഒക്കെ ഒരു ഭാഗത്തിലുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറയണ, നമ്മൾ വിചാരിക്കണ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ട് എന്ന് വിചാരിക്കും. 3 കാര്യങ്ങൾ നമ്മളോട് ഇന്നും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മളോട് എഴുതാൻ പറയുന്നുണ്ട്. ആ എഴുതല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ കാര്യം ചെയ്യാൻ പിന്നെ ഇനി ഒരു തടസ്സം ഉണ്ടാവില്ല. നമ്മൾ എഴുതി കഴിഞ്ഞു, അത് ഇനി നമുക്ക് തടസ്സമില്ലാണ്ട് അത് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അത് ബ്രെയിൻ ഏറ്റെടുക്കണം അത്. അപ്പൊ അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ രാവിലെ തന്നെ നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യേണ്ടത് വളരെ പോസിറ്റീവ് ആയിട്ടാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര സംഭവമാണല്ലോ എന്നൊക്കെ നമ്മൾ ജസ്റ്റ് അത് അങ്ങനെ നമ്മളുടെ ഒരു ഡെയിലി നമ്മളിങ്ങനെ അതിന് വേണ്ടി ഒരു കാര്യം എടുത്ത് പഠിക്കണം എന്നൊരു നിർബന്ധമില്ല. പഠിച്ചാൽ അത്രയും നല്ലത്. പക്ഷെ അല്ലാതെ തന്നെ നമ്മൾ പറയില്ലേ, നമ്മളെ ഫ്രണ്ട്സിനോട് പറയില്ലേ സൂപ്പർ ആയിട്ടുണ്ടാന്ന്, അതുപോലെ തന്നെ നമ്മളോട് പറയാൻ ശ്രമിച്ചാൽ മതി അടിപൊളിയായിട്ടുണ്ടല്ലോ. നമ്മൾ ആദ്യം തന്നെ നമ്മൾ കിടക്കുന്ന സമയത്തും എണീക്കണ സമയത്തും മൊബൈൽ എടുക്കാന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെ നമ്മൾ മാറ്റിവെക്കണം. നമ്മൾ ആദ്യം തന്നെ എടുത്ത് മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം, ഇന്നത്തെ ജീവിതം വേറൊരാൾക്ക് വിറ്റു എന്നർത്ഥം. സത്യല്ലേ? നമ്മൾ അത് എടുത്തിട്ട് ആരുടെ മെസ്സേജ് ആദ്യം നോക്കുന്നത്, അയാൾക്ക് കൊടുത്തു എന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമയത്തെ. അപ്പൊ അതുകൊണ്ട് മൊബൈലിൽ ഇനി അതിന് സെൽഫ് കെയറിന്റെ ഏറ്റവും വലിയ പ്രാധാന്യമാണ് അത് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. നമ്മൾ മൊബൈല് രാവിലെയും രാത്രിയും കിടക്കുന്ന സമയത്തും ഉണരുന്ന സമയത്തും നമ്മൾ മൊബൈൽ മാറ്റി വെക്കുക. മൊബൈൽ നോക്കിക്കൊണ്ടോ മൊബൈലിൽ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുകൊണ്ടോ അല്ല നമ്മൾ കിടക്കേണ്ടതും എണീക്കേണ്ടതും. അപ്പൊ ഈ മോർണിംഗ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്തു? ബ്രീത്തിങ് ചെയ്തു, പോസിറ്റീവായിട്ട് നമ്മൾ സെൽഫ് ടോക്ക് ചെയ്തു, അതുപോലെ വെള്ളം കുടിച്ചു. ഈ 3 കാര്യങ്ങൾ നമുക്ക് ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്ന കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു സൺലൈറ്റിൽ ചെന്ന് നിൽക്കാൻ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. മറ്റുള്ളവർക്ക് ഫുഡ് കൊടുക്കണം, മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കണം, മക്കളെ കാര്യം ശ്രദ്ധിക്കാനായിട്ട് എന്നെ കാര്യം ശ്രദ്ധിക്കാനാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സൺലൈറ്റിന്റെ അടുത്തേക്ക് നമ്മളൊന്ന് മാറി നിൽക്കും. ഒരു നല്ല കാമായിട്ടുള്ള മ്യൂസിക് കേൾക്കാം. അതൊക്കെ നമ്മൾക്ക് എന്താണ്, ഒരു എനർജി എന്താ പറയാ തിരിച്ചു വരാനുള്ള ഒരു സമയമാണ്. നമ്മളെ തന്നെ ആലോചിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ പറഞ്ഞു 2 മിനിറ്റ് എന്താ പറയാ സൈലന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സമയം കിട്ടുകയാണെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നുകിൽ മക്കൾ ഉറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ എല്ലാവരും ഉണരുന്നതിന് മുൻപ് ഈ സൈലൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ആ സൈലൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? നമ്മളെ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു സൈലൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. ഈ സൈലൻസ് കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് നമ്മളെ തന്നെ അറിയും നമ്മളെവിടെയോ ആണ്. ഇതല്ല ഞാൻ വേറെ എവിടെയോ ആണ് എന്ന് പറഞ്ഞ പോലെ ഒറിജിനൽ നമ്മളെ നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ല.
എവിടെയോ കിടന്ന് പെടയുന്ന അല്ലെ, ഹൃദയം പെടയുന്ന നമ്മളെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? എന്തിനൊക്കെയോ വേണ്ടി ആഗ്രഹിച്ച് മോഹിച്ച് നമ്മൾ എന്തൊക്കെയോ സാക്രിഫൈസ് ചെയ്തിട്ട് നമ്മൾ എവിടെയോ കിടന്ന് പെടയാണ്. ആ ആളൊന്നും നമ്മൾ തിരിച്ചു കൊണ്ടുവരണ്ടേ? അതിന് നമ്മൾക്കൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു സമയം വേണ്ടേ? ആരും ഇല്ലാത്തൊരു സമയം വേണ്ടേ? ആ സമയത്തല്ലേ നമുക്ക് നമ്മളെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റുള്ളൂ, നമ്മുടെ മനസ്സിലെ ഫീലിങ്സ് ഒക്കെ അറിയാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് വേണ്ടി നമുക്കൊന്ന് ജീവിക്കാൻ തുടങ്ങിയാലല്ലേ നമ്മളെ ലക്ഷ്യം കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാ. മനസ്സിലായോ? ലാസ്റ്റ് നമ്മൾ പറയുന്നത് ഇപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് നമ്മളെ എങ്ങനെ കെയർ ചെയ്യാന്നുള്ളത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. ഇനി അത് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളോട് സ്നേഹമുണ്ട്, നമ്മളത് ചെയ്യണില്ലെങ്കിൽ നമുക്ക് നമ്മളോട് സ്നേഹവും ഇല്ല, നമുക്കൊരു ലക്ഷ്യവും ഇല്ല, നമുക്കൊരു സ്വപ്നവും ഇല്ല, ഒരു തേങ്ങയില്ല. അതാണ് മനസ്സിലാക്കണത്. അപ്പൊ നമ്മൾ ഇനി നമ്മൾ പറയുമ്പോ എന്താണെന്നറിയോ, എനിക്ക് ചെയ്യാൻ പറ്റാത്തതിന് കുറെ കാരണങ്ങളുണ്ട് കേട്ടാ. എന്തെങ്കിലും കാരണങ്ങൾ മനസ്സിൽ തോന്നുന്നവരുണ്ടാ? അതായത് ഇതൊക്കെ മാഡത്തിന് അവിടെ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഇതൊക്കെ അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുന്നത് അത്ര വലിയ എളുപ്പമൊന്നല്ല എന്ന് തോന്നുന്ന കാരണങ്ങൾ എന്തെങ്കിലും ഈ തടസ്സങ്ങൾ മനസ്സിൽ തോന്നുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോട്ടെ. ആ തടസ്സം ഇപ്പൊ നമുക്ക് നീക്കി കൊടുക്കണമല്ലോ. അതങ്ങോട്ട് പറഞ്ഞാൽ മതി. അത് സാധനം അങ്ങനെ ചെയ്യാൻ ഇപ്പൊ നാളെ തൊട്ട് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. പക്ഷെ മനസ്സിൽ അപ്പൊ അതെന്താക്കും ഇതെന്താക്കും അങ്ങനത്തെ കുറെ സംഭവങ്ങൾ വരുന്നുണ്ട്. ആരെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ പറയൂ. ഇപ്പൊ ക്ലിയർ ചെയ്യാം. ഇല്ല, ഉണ്ട്. ഒരു കാര്യം ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കുടിക്കുന്ന സമയത്ത് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കണോ? എത്ര പേരുണ്ട്? ഒന്ന്, സെൽഫിഷ് ആണോ? നമ്മൾ സെൽഫിഷ് ആണോ? നമ്മുടെ കാര്യം മാത്രം ചെയ്യുമ്പോൾ നമ്മൾ സെൽഫിഷ് ആണോ? ഇതിങ്ങനെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? വീട്ടിലുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും? നമുക്കൊരു കുറ്റബോധം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ സാധനം. അപ്പൊ ഇത് നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു തടസ്സമാണ് ഞാൻ ഈ പറയണത് കേട്ടാ. അതുകൊണ്ട് നമുക്ക് എന്താവില്ല, സ്മൂത്ത് ആയിട്ട് അത് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ തടസ്സം നിങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒറ്റ കാര്യമുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. സമാധാനപരമായിട്ടുള്ള ഒരു മനസ്സുള്ള ഒരു പെണ്ണിനെ, ഒരു സമാധാനപരമായിട്ടുള്ള ഒരു കുടുംബവും ഒരു സമൂഹത്തിനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവരൊക്കെ സ്നേഹിക്കണോ, മറ്റുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യണോ, മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കണോ, ആദ്യം നമ്മൾ മനസ്സ് ശാന്തമായിരിക്കണം. നമ്മുടെ മനസ്സ് ശാന്തമല്ലെങ്കിൽ ചെയ്യുന്നതൊന്നും നല്ലതല്ല, നന്മല്ല. ഞാൻ പല പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ പലതും ചെയ്യുന്നുണ്ടാവും, പക്ഷെ എന്റെ മനസ്സിൽ എന്തിട്ടാ ആരോടൊക്കെ കൊല്ലാനുള്ള ദേഷ്യവും ചവച്ചരക്കണ ആ രീതിയിലാണ് നമ്മുടെ മനസ്സ്. നമ്മ എന്നിട്ട് എന്ത് സാധനം ഉണ്ടാക്കിയിട്ട് എന്ത് കൊടുത്തിട്ട് എന്ത് മല മറിച്ചിട്ടും ഒരു കാര്യമില്ലാന്ന്. നമ്മളോട് ഉത്തരവാദിത്തം ചെയ്യാതെ നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടാതെ, ഇപ്പൊ ജാസ്മിൻ പറഞ്ഞ പോലെ എന്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം എനിക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ട്. ആ സമാധാനമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം എന്ന്. നമ്മ ഇത് ആർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ ഈ ഗിൽറ്റി ഫീലിംഗ് അങ്ങനെ എടുത്ത് മാറ്റിക്കോ. ഇനി ഒരു കുറ്റബോധമില്ല. എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യണമെങ്കിൽ ഞാൻ നന്നാവണം എന്നുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തിയാ സെറ്റ്. ഇനി സമയമില്ല ഇതൊക്കെ ചെയ്യാൻ. ഇവിടുന്ന് സമയം വേണ്ട. ആരും ഇതിനു വേണ്ടി സമയം ചെലവാക്കണ്ട. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ? നമുക്കൊരു ഉദ്ദേശമില്ലേ, ഒരു ഇന്റൻഷൻ ഉണ്ട്. നമ്മൾക്ക് ഇത് സെറ്റ് ആയേ പറ്റൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എണിക്കണ സമയത്തും നമ്മൾ പണി ചെയ്യണ സമയത്തും നമ്മൾ എന്ത് കാര്യം ചെയ്യണ സമയത്തും നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ ബ്രീത്തിങ് ചെയ്യും, നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യും, നമ്മൾ എന്താണ് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കും. നെഗറ്റിവിറ്റി വരുമ്പോഴത്തേക്ക് എടുത്ത് എറിയും. ആ മാതിരി നമ്മളെ സ്നേഹിക്കും. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എണ്ണി എഴുതി വെച്ച സാധനങ്ങൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അത് നമ്മൾ ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് തിരിച്ചു വരും. ഓക്കെ. ചിലവർക്ക് ഉണ്ടല്ലോ ഒരു ഒറ്റപ്പെടലുണ്ടാവും. ആരുമില്ല വീട്ടിലൊരു കാര്യം ഷെയർ ചെയ്യാൻ, ആരില്ല, ഫ്രണ്ട്സ് ഇല്ല, അങ്ങനെ. അതൊക്കെ കാരണം ഇതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഒരു സുഖം മൂഡില്ല. അതാണ് ആ സാധനമാണ് വരുന്നത്. മൂഡ് വരണമെങ്കിൽ ആ പോസിറ്റീവായിട്ട് നല്ല എന്റർടൈൻമെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സർക്കിളിലേക്ക് കടക്കണം. മനസ്സിലായോ? ആ സർക്കിൾ ഏകദേശം നമ്മൾ ഈ ഒരു ഗ്രൂപ്പൊക്കെ ഏകദേശം ഞാൻ പറയുന്നത് പോസിറ്റീവായിട്ട് മാത്രം ആഗ്രഹിക്കുന്ന ആളുകളാണ്. ചിന്തിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയേണ്ടി വരും. ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ ഈ ടീമിൽ എല്ലാവരും ഇതൊക്കെ പറയും. ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള അവസ്ഥകൾ നമ്മൾ കടന്നു പോണത് കാണും. എന്നിട്ട് നമ്മുടെ ചുറ്റുള്ള ആളുകൾ മുഴുവൻ നമ്മളിങ്ങനെ എന്താ പറയാ പുകഴ്ത്തുന്ന ഒരു അവസ്ഥ. നമ്മുടെ ചുറ്റുള്ള ആളുകൾ, ഇത് ഞാൻ വെറുതെ പറയണമെന്നല്ല കേട്ടോ, ഞാൻ എന്റെ ജീവിതത്തിൽ ശരിക്കും അനുഭവിച്ച് ഞാനത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ജീവിതത്തിൽ ഒരു ഗതി ഉണ്ടാവില്ല, ഒരു പരഗതി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചവിട്ടി അരക്കപ്പെട്ട ഒരവസ്ഥയെന്ന് ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു അവസ്ഥ അനുഭവിക്കുന്ന ഒരാളുടെ സാക്ഷിയാണ് ഞാൻ ഈ പറയണത്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തും എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതിന് ഒരു തമാശ ആയിട്ട് പോലും നിങ്ങൾ കാണരുത്. കാരണം ഞാൻ അതിനർഹയാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റും ആളുകൾ നിങ്ങളെ എന്താ പറയാ നിങ്ങളെ പുകഴ്ത്തുന്ന ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡെഫിനറ്റ്ലി അതിലേക്ക് എത്താൻ സാധിക്കും. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ തന്നെ നമുക്ക് ആ 2 മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്ന സമയം നമ്മളെ പറ്റി ചിന്തിക്കുക. ഞാൻ എത്രമാത്രം ശാന്തമായിട്ടുള്ള സ്വസ്ഥമായിട്ടുള്ള അതാണ് ആഗ്രഹിക്കുന്നത്, അതിലേക്ക് എനിക്ക് എത്തണം എന്നുള്ളത് അങ്ങനെ നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഓരോ കാര്യങ്ങളും നമുക്കിനി എന്താ പറയാ നമ്മൾ പറഞ്ഞ സ്ട്രെസ് ഹോർമോൺ ഇനി ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം എന്ത് പ്രോബ്ലം വന്നാലും ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഇല്ലാതെ ദൈവം ഒരാൾക്കും ഒരു പ്രോബ്ലം തന്നിട്ടില്ല. ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ അപ്പുറത്ത് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ട്. അതൊക്കെ മറികടക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു സൊല്യൂഷൻ
പ്ലസ് അതിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ നമ്മൾക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾക്ക് ആ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ഡൗൺ ആവണേക്ക് മുമ്പ് എന്ത് ചെയ്യുക, ചിലപ്പോൾ ഡൗൺ ആവും മനുഷ്യനാണ് അല്ലെ, പക്ഷെ നമുക്ക് എന്താ പെട്ടെന്ന് തന്നെ നമ്മൾ എന്താ പറയാ, ഒരു ഒന്നിന് രണ്ടാമത്തെ പ്രോബ്ലം വരുമ്പോഴത്തേക്ക് മനസ്സിലാക്കുക നമ്മുടെ ചിന്ത കൊണ്ടാണ് അടുത്ത ആളെ നമ്മൾ അട്രാക്ട് ചെയ്തത് എന്ന്. മനസ്സിലായോ? ഒരു വിഷമം കിട്ടിയിട്ട് ആ വിഷമത്തിൽ നമ്മൾ വിഷമം കറക്റ്റ് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അടുത്ത വിഷമം വരും, സ്വാഭാവികമായിട്ട് വരും. ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് തട്ടി മറിഞ്ഞ് താഴെ വീണത് പൊട്ടും. ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത എല്ലാ സാധനങ്ങളും കൂടി നമ്മളെ മേല് വന്ന് വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ അട്രാക്ട് ചെയ്യണ്, നമ്മൾ വിഷമത്തിനെ, സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥേനെ ഒക്കെ നമ്മളിങ്ങനെ അട്രാക്ട് ചെയ്യാണ്. മനസ്സിലായോ? അപ്പൊ മനസ്സിലാക്കേണ്ടത്, രണ്ടാമത്തെ വേദന വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, വഴി റൂട്ട് തിരിച്ചു വിട്ടോ ഇല്ലെങ്കിൽ പണി പാളും എന്ന് ചിന്തിച്ചോ. മനസ്സിലായോ? അപ്പൊ തന്നെ എന്താണോ പ്രോബ്ലം അതിനെ മാറ്റിക്കോ. അതെല്ലാം നമ്മൾ ഇനി അത് നോക്കില്ല, അതിനെന്ത് പരിഹാരം കാണാൻ പറ്റും, അല്ലെങ്കിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പെട്ടെന്ന് മൈൻഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻസും, അടുത്ത ഹാപ്പി ആയിട്ടുള്ള ഒരു സാധനം, അടുത്ത ഹാപ്പി ആയിട്ടുള്ള സാധനം, അടുത്ത ഹാപ്പി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഒന്ന് കഴിഞ്ഞ ഒന്ന് സന്തോഷം, ഒന്ന് കഴിഞ്ഞ സന്തോഷം. ദുഃഖമില്ലാത്ത, ദുഃഖം വരാത്ത കാരണങ്ങളില്ല എന്നല്ല, അത് നമ്മളെ മൈൻഡ് സെറ്റ് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വന്നതാ. ഒന്നിനൊന്ന് സന്തോഷം, ആ സന്തോഷം നമ്മളിങ്ങനെ വല്ലാണ്ട് ആസ്വദിക്കുന്ന സമയത്ത്, ചില ആൾക്കാരില്ലേ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒന്ന് തമാശ പറഞ്ഞ് ചിരിച്ചു കഴിഞ്ഞാൽ അയ്യോ ഞാനേ ചിരിക്കണില്ല, കുറച്ച് കഴിയുമ്പോൾ കരയേണ്ടി വരും. എന്നിട്ട് ആ ചിരിച്ച സമയത്തും കൂടിയിട്ട് നമുക്ക് എന്താ പറയുക, ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതൊക്കെ വലിയ മണ്ടത്തരാണ്. അതായത് ഒരു സന്തോഷം വന്നാല് ഇരട്ടി സന്തോഷിക്കാം, ഒരു സന്തോഷം വന്നു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷിക്കാം. അപ്പൊ അടുത്ത സന്തോഷം തന്നെ അട്രാക്ട് ചെയ്ത് വരും എന്നുള്ളതാ. സന്തോഷത്തിലേക്ക് സന്തോഷം വരുള്ളൂ, സന്തോഷിക്കുന്ന മൈൻഡിലേക്ക് അടുത്ത സന്തോഷം വരുള്ളൂ, ദുഃഖിക്കുന്ന മനസ്സിലേക്ക് അടുത്ത ദുഃഖം, അടുത്ത ദുഃഖം. അങ്ങനെ ദുഃഖങ്ങളെ ദുഃഖിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അടുത്ത ദുഃഖം വരും. ഇപ്പൊ നമുക്ക് ഏകദേശം അതിന്റെ ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യേണ്ടത്, ഈ ദുഃഖം വരുമ്പോഴത്തേക്കും അടുത്ത ദുഃഖം വരുമ്പോഴത്തേക്കും നമ്മൾ വേഗം റൂട്ട് തിരിച്ചു വിടണം എന്നുള്ളത് വേഗം മൈൻഡിനെ സെറ്റ് ആക്കാം. അപ്പൊ സന്തോഷം ഒരു തിരിച്ചു കഴിയുമ്പോ സൊല്യൂഷൻ കിട്ടും. അപ്പൊ അടുത്ത സന്തോഷം വരും. മാക്സിമം മനസ്സറിഞ്ഞ് സന്തോഷിക്കുക. അപ്പൊ അടുത്ത സന്തോഷം, അടുത്ത സന്തോഷം, പിന്നെ സന്തോഷം കണ്ട് പെരുമഴയായിരിക്കും, ദുഃഖം വരില്ല. ഇതാണ് സക്സസിന്റെ യഥാർത്ഥത്തിലുള്ള സീക്രട്ട്. ഇതെന്തേ നേരത്തെ അറിയാതെ പോയെന്ന് രമ്യ. സെറ്റ് ആക്കണ്ടേ നമുക്ക്? അടിപൊളിയാക്കണ്ടേ? നേരത്തെ ഓരോരുത്തരും പറഞ്ഞ പോലെ വളരെ ശാന്തമായിട്ടുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾക്ക് എല്ലാവർക്കും വരണം. അതുപോലെ നമ്മുടെ ഈ ടീമിൽ ഓരോ ആളുകളും അത് അടുത്ത ദിവസങ്ങളിലും അടുത്ത ഓരോരോ സമയങ്ങളിലും നമ്മൾ മൈൻഡ് കൺട്രോൾ ഇപ്പൊ നമ്മുടെ കയ്യിലാണ് എന്നുള്ള ആ ഒരു ഉറപ്പ് എനിക്ക് തരണം എന്നല്ല, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് ഇവിടെ വന്ന് പറയും. അതിന്റെ ഒക്കെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സത്യം പറഞ്ഞപ്പോ ജാസ്മിനൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുറേ കരഞ്ഞ് പെയ്തൊഴിയാന്ന് പറയില്ലേ, അങ്ങനെ ഒരു സംഭവം കുറേ പറഞ്ഞു കഴിയുമ്പോ പിന്നെ അത് കഴിഞ്ഞു. പിന്നെ നമ്മളിങ്ങനെ ഒരിക്കൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ഉണ്ട് ഇവിടെ, ഞാൻ ചീത്ത പറഞ്ഞ് ആകെ ഓടിച്ചൊരു സമയം ഉണ്ടായിരുന്നു. മേലാലിനി എന്നോട് സംസാരിക്കാൻ വരരുത് എന്ന് പറഞ്ഞിട്ട് ഈ ബിസിനസ്സും ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞയച്ച സമയം. അതായത് വീട്ടിലെ അത്രയ്ക്കും സ്ട്രെസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ സഹിക്കാൻ പറ്റാണ്ട് വന്നിട്ട് എന്താണ് എനിക്കിത് ജയിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല, ഞാനിത് തോൽക്കാൻ ഇറങ്ങിയ കളിയാണ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഈ സാധനം എന്നെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഞാനിങ്ങനെ പോസിറ്റിവിറ്റിയുടെ അങ്ങേപ്പുറം ഇവരെ ഓരോരുത്തരും എത്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇതുപോലൊരു വാക്ക് പറയാനാണെങ്കിൽ ഇനി എന്നെ വിളിക്കണം എന്നില്ല. ഞാൻ എത്രയോ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ പോസിറ്റിവിറ്റിനെ ഞാൻ നിലനിർത്തുന്നത്. നിനക്ക് താല്പര്യമില്ലെങ്കിൽ വിട്ടിട്ട് പൊക്കോ. അതായത് ഞാൻ ഇത്രയ്ക്കും ഹാർഷായിട്ട് ഞാൻ ചിലപ്പോൾ ഒരു ടീമിൽ ഒരാളോടും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അതിനൊന്ന് റിക്കവർ ആവാനായിട്ട് കുറേ നാളുകൾ എടുത്തു ജാസ്മിന്. എന്റെ മനസ്സിലെ പ്രയാസമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതുവഴി അതായത് നീ എന്താണോ നീ പറയണത് നീ അതിലേക്ക് ചെന്ന് വീഴും. ആ ഒരു ജാതി ചീത്തനെ ഞാൻ വിളിച്ചതെന്ന് മനസ്സിലായോ? ഈ സാധനം കുറെ ദിവസം കഴിഞ്ഞപ്പോൾ അത് ഡൈജസ്റ്റ് ആയി. സംഭവം ഞാൻ ദേഷ്യപ്പെടാന്ന് പറഞ്ഞത് അവൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരിക്കാം. പക്ഷെ ഇത് ഡൈജസ്റ്റ് ആയി. ഞാൻ എന്താണോ ചിന്തിക്കണത് അതിലേക്ക് ഞാൻ വീഴും എന്നുള്ളൊരു സംഭവം. അപ്പൊ അതുകൊണ്ട് പറയാൻ തന്നെ അവൾക്ക് പേടിയായി. അതായത് നല്ലത് മാത്രമേ ഞാൻ ഇനി പറയുള്ളൂ, നല്ലത് മാത്രമേ ഇനി ഞാൻ എന്റെ വായിൽ വർത്തമാനത്തിൽ വരുള്ളൂ, ആരോടും പറയുള്ളൂ, സംസാരിക്കുള്ളൂ. ആരുടെ പറ്റിയിട്ടും പറയാൻ വരുമ്പോഴും അവൾ അത് മുടക്കാൻ തുടങ്ങി. അപ്പൊ അത് പയ്യെ അത് ഡൈജസ്റ്റ് ആയി തുടങ്ങിയപ്പോ തൊട്ട് ആ വാക്കുകൾ ഉപയോഗിക്കുന്നതും ചിന്തയും മാറ്റിയപ്പോ വ്യത്യാസം വന്നു. ഇത് ചെറിയ വ്യത്യാസമല്ല. അതാണ് ലൈഫിൽ ഒരിക്കലും ഇത്ര 10 കൊല്ലത്തിന്റെ ഇടയ്ക്ക് നല്ല പ്രായത്തിൽ ചെയ്യാൻ സമ്മതിക്കാത്ത കാര്യങ്ങൾ പഠിക്കാനായിട്ടും മറ്റു കാര്യങ്ങൾക്കും സമ്മതിക്കാവുന്ന രീതിയിൽ നമ്മുടെ മെന്റലി ഇന്നർ ഒരു പവറാണ് അവിടെ വരുന്നത്. നമ്മൾക്ക് മനസ്സിലായോ? നെഗറ്റീവിറ്റീനെ, നെഗറ്റീവ് ചിന്തകളെ, നെഗറ്റീവ് വാക്കുകളെ, നെഗറ്റീവ് ആ ഒരു സെൽഫ് ടോക്കിലെ ഈ സാധനത്തിന് നമ്മൾ ഒഴിവാക്കിയപ്പോൾ വന്നിട്ടുള്ള മാറ്റം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. ഇനി നിങ്ങൾ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരും സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യണത് നമുക്കിങ്ങനെ നേർക്ക് നേരെ കാണാൻ പറ്റും. പരമാവധി നെഗറ്റിവിറ്റിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക, ബാക്കിയൊക്കെ സെറ്റ് ആവും. ശ്രുതി എന്തായിരുന്നു പറയാൻ വന്നത്? അത് പറഞ്ഞിട്ട് പോ. ഞാൻ പറയാൻ വന്നതേ, നേരത്തെ ജാസ്മിൻ മാം എല്ലാവരും പറഞ്ഞില്ലേ നമ്മളെ മൈൻഡിന് വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ തന്നെ അത് എനിക്ക് ഇപ്പൊ 2 ദിവസത്തിനുള്ളിൽ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എന്താ വെച്ചാല് അതെല്ലാം കൂടി മിക്സ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. എന്റെ മൂത്ത മോൻ ഇപ്പൊ അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ 3 ദിവസമായിട്ടുള്ളൂ ഉണ്ട് ഹോസ്പിറ്റലിൽ. അപ്പൊ
നമ്മളെ കയ്യില് ആ സമയത്ത് അതിന്റെ തലേദിവസം നല്ല പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളെ കയ്യില് പൈസ ഒന്നും ഇല്ല. അപ്പൊ നമ്മള് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പൈസ പോലും ഇല്ല നമുക്ക്. അപ്പൊ ഗവൺമെന്റിൽ പോവാ എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. പക്ഷെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു എന്തായാലും നടക്കും എന്നൊരു ചിന്ത അവിടെ വരികയാണ്. അപ്പൊ തന്നെ എങ്ങനെയായാലും എവിടെ നിന്നായാലും പൈസ വാങ്ങി നമുക്ക് എന്തായാലും വീട്ടാൻ പറ്റും. അപ്പൊ ആ ചിന്തയിൽ നമ്മൾ പെട്ടെന്ന് ചെയ്തൊക്കെ കഴിഞ്ഞ് പിന്നെ ഓർക്കണ് ഒരു ക്ലെയിം ഉണ്ടല്ലോ നമുക്ക് അതിനെ പറ്റി. ഇപ്പൊ എനിക്ക് പൈസ ഒന്നും വരുന്നില്ല. ഗോഡിജിറ്റ് എന്ന് പറഞ്ഞ ഒരു മെഡിക്ലെയിം, അതൊരു ഓയിൽ കമ്പനി വഴിയാണ് ഞങ്ങൾക്ക് ചേട്ടൻ അതിന്റെ പേപ്പർ വർക്കുകളൊക്കെ കൊടുത്തത്, മെക്കാനിക് ആയതുകൊണ്ട്. അപ്പൊ അതിന്റെ എല്ലാ പൈസയും ഞങ്ങൾക്ക് ഒരു രൂപ പോലും അടയ്ക്കാണ്ട് അതുപോലെ തന്നെ എനിക്ക് ഇപ്പൊ കിട്ടി. അതുപോലെ തന്നെ എനിക്ക് അവനില് ഇങ്ങനെ ഇങ്ങനെ വിഷമം ഉണ്ടെങ്കിലും അതിനെ വിഷമത്തെ വിഷമിച്ച് നിൽക്കാനുള്ള ഒരു അവസ്ഥയൊന്നും എനിക്ക് തോന്നണേ ഇല്ല. അതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരേ ദിവസം ഇങ്ങനെ ഒരേ ഇതുകൾ കിട്ടുമ്പോൾ നമ്മൾക്ക് നല്ല വ്യത്യാസം തന്നെയാണ് ഉണ്ടാവുന്നത്. നമുക്കൊരു വിഷമേ തോന്നണില്ല. അത് ചെയ്തു. അപ്പൊ നമ്മ പെട്ടെന്ന് തീരുമാനം എടുത്ത് ചെയ്തത് നല്ല കാര്യമായി നമ്മൾക്ക് പിന്നീടേക്ക് വെക്കണെങ്കിലും ഒരു 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇനി എക്സാം ഒക്കെ വരുന്നത്. അപ്പൊ എക്സാമിന്റെ സമയത്തൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ നമുക്കത് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമ്മ അപ്പൊ തന്നെ പെട്ടെന്ന് തീരുമാനം എടുക്കണമൊക്കെ അതൊരു നമ്മളിലുള്ള ഒരു മാറ്റം തന്നെയാണ് എന്നുള്ള ഇതാണ് എനിക്ക്. അപ്പൊ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം കേട്ടാ ശരിക്കും കേൾക്കുമ്പോ, അല്ലെ? ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഒരു കാര്യം നല്ലതിന് വേണ്ടി നമ്മൾ തീരുമാനിക്കുമ്പോൾ സൊല്യൂഷൻസിന്റെ ഒരു പെരുമഴയായിരിക്കും ഉണ്ടാവുക. നമ്മൾ ആ ഒരു പ്രഷറിന് പകരം നമ്മൾ പീസ് ആണ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര മാറ്റങ്ങളാണ് നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്നത്. എല്ലാറ്റിനും നമുക്ക് എനർജി വേണം. പണ്ട് ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യക്കാരിയാണ്. ദേഷ്യം ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ പറയണതിനെ കുറെ ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ പറ്റുന്നു. അപ്പൊ നമുക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അപ്പൊ അതെന്താ പറയുക, അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന എനർജി മുഴുവൻ നമുക്ക് വേറൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നു. മനസ്സിലായി? നമ്മുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടതാണ്. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ. അപ്പൊ അത്രയും എനർജിനെ നമ്മൾക്ക് വേറൊരു സ്ഥലത്തേക്ക് റൂട്ട് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ സെറ്റ് അല്ലേ? ഇനി നമ്മൾ ഇമോഷൻസിന് ഇങ്ങനെ നിന്ന് കൊടുക്കില്ല. നമ്മൾ വെറുതെ നമ്മുടെ സമയം കളയില്ല, നമ്മുടെ എനർജി കളയില്ല എന്ന് തീരുമാനം എടുക്കാം. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക. ബേസിക് ആയിട്ടുള്ള ഈ സംഭവങ്ങളില്ലാതെ വലിയ വിജയത്തിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവാണ് എന്നെ കൊണ്ട് ഇതുപോലെ പറയിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ 30 എണ്ണം നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇത് പഠിച്ചിട്ട് അപ്ലോഡ് ചെയ്യാം. എന്ത് പറ്റി സ്മിത മാം? ബാക്കി പിന്നെ വീഡിയോസ് ഒന്നും കണ്ടില്ലല്ലോ, അവിടെ പോയി? കേട്ടിട്ടില്ല. ഓക്കെ. അപ്പൊ ശരി, ഞാൻ സ്മിത ലെഫ്റ്റ് ആയി. ഞാൻ വിളിച്ച കാരണം പോയതാണ്. ഭയങ്കര ടൈമിങ്. ശരി അപ്പോട്ടാ, എല്ലാവരോടും ബൈ ബൈ. ഒരുപാട് സമയം ലാഗ് അടിച്ചു, ക്ഷമിക്കേ. പിന്നെ മനസ്സിലും കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. ഞാനും വെള്ളമൊക്കെ കുടിക്കാൻ തുടങ്ങി. പുതിയ ഫ്ലാസ്ക് വാങ്ങിയ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഭയങ്കര കമന്റ് ആയിരുന്നു. ചേച്ചി യൂട്യൂബിൽ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ശരിയായിട്ട് മാമിന്റെ എല്ലാവിധ അഡ്വൈസുകൾക്കും താങ്ക്സ് അലോട്ട്. അപ്പൊ ശരി, ബൈ, ഗുഡ് നൈറ്റ്.